കൈരളി പീപ്പിളിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വപ്നങ്ങളുടെ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. മറുനാട്ടിലെ നമ്മുടെ മലയാളികൾ, അവരുടെ വ്യവസായ സംരംഭങ്ങൾ മറുനാട്ടിൽ തലയുയർത്തി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കതിൽ അഭിമാനിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലി എന്ന സ്വപ്നവുമായി മറുനാട്ടിലേക്ക് എത്തുന്ന നമ്മുടെ മലയാളികൾ, അവരുടെ കഠിനാധ്വാനവും സത്യസന്ധതയും കൊണ്ട് അവർ നേടിയെടുക്കുന്ന വിജയം, അതിലുപരി സാമൂഹിക സാംസ്കാരിക രംഗത്ത് സാമൂഹിക പ്രതിബദ്ധത ഉള്ള ഒരു നല്ല വ്യവസായിയായിട്ട് മാറുവാൻ, സമൂഹത്തിന് അവശത അനുഭവിക്കുന്ന സഹജീവികളോടുള്ള അനുഭാവപൂർവ്വമുള്ള കാരുണ്യം, അതാണ് ഇവിടുത്തെ വിഷയം. ഞാനിവിടെ ഒരു നല്ലൊരു വ്യവസായിയെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന വിഷയത്തേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം സാമൂഹിക പ്രവർത്തന രംഗത്ത് സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ചുള്ള വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത്. അതറിയുവാനും അറിയിക്കപ്പെടുവാനുമുള്ളതാണ്. അതാണ് ഈ സ്വപ്നങ്ങളുടെ യാത്ര. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ലയൺസ് ക്ലബ്ബിലും റോട്ടറിയിലും മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഒരുപോലെ എല്ലാവർക്കും സുപരിചിതനായ ബാംഗ്ലൂർ നഗരത്തിലെ ഒരു മികച്ച വ്യവസായി ശ്രീ PGK നായർ. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എങ്ങനെയായിരുന്നു സാർ ഈ സാമൂഹിക പ്രവർത്തനത്തിലേക്ക് സാറിൻ്റെ എൻട്രി? ഞാൻ വിശ്വസിക്കുന്ന ഒരു തത്വം എന്ന് പറയുന്നത്, ദൈവം നമുക്ക് തന്ന ഈ ജീവിതം നമുക്ക് മാത്രമുള്ളതല്ല, നമ്മുടെ കുടുംബത്തിന് മാത്രമുള്ളതല്ല. ഇത് നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അർഹിക്കുന്ന പല ആളുകൾക്കും വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു നാച്ചുറൽ ലോ. ഒരു മരമാണെങ്കിലും ഒരു ചെടിയാണെങ്കിലും ഒരു മൃഗമാണെങ്കിലും അത് ഉൽപ്പാദിക്കുന്ന സാധനം അത് തന്നെ തിന്നു തീർക്കുമല്ല, മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്താൻ ഉള്ളത്. അതാണ് പ്രകൃതിയുടെ നിയമം. ആ നിയമം മനുഷ്യനും വളരെയധികം അംഗീകരിക്കപ്പെടേണ്ട ഒരു നിയമമാണ്, അവർക്കും ബാധകമാണ്. നമ്മളും ആ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതാണ്, അത് നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അത് നമ്മുടെ കടമയാണ്, നമ്മുടെ കർത്തവ്യമാണ്. നാട്ടിലെവിടെയാണ് സാർ? ഞാൻ മാവേലിക്കരയാണ്. മാവേലിക്കര വെട്ടിയാറ്. അതെ. എങ്ങനെയാണ് സാർ ഈ ബാംഗ്ലൂർ നഗരത്തിലേക്കുള്ള യാത്ര? ഞാൻ മാവേലിക്കരയിൽ നിന്നും റൂർക്കല സ്റ്റീൽ പ്ലാന്റിലെ 16ാമത്തെ വയസ്സിൽ SLC പാസ്സായിട്ട് പോയി. പിതാവിന് എന്ത് ജോലിയായിരുന്നു? പിതാവ് എൻ്റെ 10 വയസ്സുള്ളപ്പോൾ മരിച്ചു. പിന്നെ അമ്മയാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ 16ാമത്തെ വയസ്സിൽ ഒരു ജോലി എന്നുള്ളത് വളരെ അത്യാവശ്യമായിരുന്നു. അമ്മ എന്നെ കോളേജ് വിട്ട് പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കോളേജ് തന്നെ വളരെ അകന്നാണ്, പന്തളം കോളേജിൽ പോകണം. അതിന് എല്ലാ മാസങ്ങളും ഒരു തുക അതിനുവേണ്ടി വലിയൊരു സാമ്പത്തിക ഒരു ബാധ്യത എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാകുമെന്നുള്ള വിഷമത്തിൽ ഞാൻ 16ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ നാട് വിട്ട് എൻ്റെ ഒരു സ്നേഹിതൻ്റെ കൂടെ പോയി. റൂർക്കല സ്റ്റീൽ പറയാതെയാണോ? അല്ല, അമ്മയോട് പറഞ്ഞിട്ട് തന്നെ ജോലി അന്വേഷിച്ചതാണ്. സീമെൻസ് ഇന്ത്യ, റൂർക്കല സ്റ്റീൽ പ്ലാന്റിൽ സീമെൻസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജർമ്മൻ കമ്പനിയിൽ കുറേ നാൾ, ഒരു 6 മാസത്തോളം ക്ലർക്കായിട്ട് ജോലി ചെയ്തു. ആ സമയത്ത് റൂർക്കല തന്നെ ഭുവനേശ്വർ എന്ന് പറയുന്ന എയർഫോഴ്സ് റിക്രൂട്ട്മെന്റ് ഓഫീസിൽ നിന്നും റിക്രൂട്ടായി ട്രെയിനിങ് ആയിട്ട് ബാംഗ്ലൂരിൽ തിരിച്ചു വന്നു. അങ്ങനെയാണ് ബാംഗ്ലൂർ ആദ്യമായിട്ട് ഒരു യാദർച്ഛികമായിട്ട്. അതെ, 1966 ആദ്യമായിട്ട് ഞാൻ ബാംഗ്ലൂർ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് എയർഫോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സാർ യാത്ര ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെയായിരുന്നു സാർ? അതെ, ആദ്യം ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ് പോകുന്ന കാൺപൂരാണ്. കാൺപൂരിൽ ഒരു 3 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നാഗ്പൂർ വന്നു. നാഗ്പൂരിൽ നിന്ന് ഫരീദാബാദിൽ പോയി. ഫരീദാബാദിൽ നിന്ന് ന്യൂഡൽഹി പോയി. ന്യൂഡൽഹിയിൽ നിന്ന് വീണ്ടും ബാംഗ്ലൂർ തിരിച്ചു വന്നു. ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ തേജ്പൂരിൽ പോയി. തേജ്പൂരിൽ നിന്ന് വീണ്ടും തിരിച്ച് ബാംഗ്ലൂർ വന്നു. ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ ഞാൻ റിട്ടയർഡായി. എത്ര വർഷക്കാലമായിരുന്നു എയർഫോഴ്സിൽ? എയർഫോഴ്സ് 21 വർഷം. 21 വർഷം എയർഫോഴ്സിൽ ജോലി ചെയ്തു. ശരിക്കും എൻജോയ് ചെയ്തു സാർ? ശരിക്കും എൻജോയ് ചെയ്തു. 24 മണിക്കൂറും ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പഠിക്കുകയും സുഖിക്കുകയും ചെയ്തു. ശരിക്കും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു സേവനം. അത് ശരിക്കും സാറിന് ഈ സാമൂഹിക പ്രതിബദ്ധത എന്നൊരു വിഷയം സാറിൻ്റെ മനസ്സിൽ വന്നത് ഈ എയർഫോഴ്സിൽ ചേർന്നതിന് ശേഷം? എയർഫോഴ്സിൽ ചേർന്നതിന് മുൻപ് തന്നെ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചെറുപ്പത്തിലെ അച്ഛനൊരു ചെറിയ ബിസിനസ്സുകാരനായിരുന്നു. ആ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന പൈസ തന്നെ അയൽവക്കത്തുള്ള ആർക്കെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവർക്ക് ചിലവാക്കുന്നതും
ആ ചെലവാക്കി അവർക്കുണ്ടായ അഭിവൃദ്ധിയിൽ നിന്നും അച്ഛനോടുള്ള ബഹുമാനം കാണിക്കുന്നതും വളരെ കുഞ്ഞുനാളിൽ അതെന്നെ ആകർഷിച്ചു, സ്വാധീനിച്ചിട്ടുണ്ട്. അതെ, എൻ്റെ അച്ഛൻ്റെ പ്രവൃത്തി അതാണ് നമ്മളെ പഠിപ്പിച്ചത്. അത് കണ്ടപ്പോൾ എൻ്റെ അച്ഛനോടും അമ്മയോടെയും മറ്റുള്ളവർ കാണിക്കുന്ന ബഹുമാനങ്ങളും ആദരങ്ങളും സ്നേഹങ്ങളും അത് കണ്ടിട്ട് എനിക്കും അതിൽ ആകർഷത ഉണ്ടായി. അപ്പൊ ഞാനും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ ബഹുമാനിക്കും. പൈസ മാത്രം കൈവച്ചുകൊണ്ട് അത് പൂട്ടിവെച്ചുകൊണ്ട് നമ്മുടെ കാര്യത്തിന് മാത്രമായിട്ട് ഉപയോഗിച്ചാലേ അത് മറ്റുള്ളവരെ അംഗീകരിക്കത്തില്ലെന്നും അവർക്ക് അതിനൊരു ബഹുമാനം ഉണ്ടാവില്ലെന്നും നമ്മളിത് മറ്റുള്ളവർക്കൂടെ പങ്ക് ഇടാനുള്ളതാണെന്നുള്ള ആ ഒരു പാഠം പഠിപ്പിച്ചു തന്നത് എൻ്റെ മാതാപിതാക്കളാണ്. അവർ പറഞ്ഞില്ലെങ്കിലും അവരുടെ പ്രവൃത്തി കാണുമ്പോൾ എനിക്കതൊരു മാതൃകയായിട്ട് മാറി. എങ്ങനെയാണ് സാർ നമ്മുടെ ഇന്നത്തെ തലമുറ സാർ എങ്ങനെ ഇന്ന് തലമുറ നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കുക, നല്ല നല്ല ഡിഗ്രി കൊടുക്കുക, ആ ഡിഗ്രി ഒരു വിൽപ്പന സാധനമായിട്ട് ഉപയോഗിച്ച് നല്ല നല്ല ജോലി കിട്ടുക, അതിൽ നിന്ന് നല്ല ധാരാളം പൈസ ഉണ്ടാക്കി സുഭിക്ഷമായിട്ടൊരു ജീവിതം നയിക്കുവാനുള്ള ആ മാതൃകയാണ് ഇന്ന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അതിന് ഉത്തരവാദിയും അതിന് യഥാർത്ഥ കാരണക്കാരെന്ന് പറയുന്ന മാതാപിതാക്കളും സാഹചര്യങ്ങളും, അതായത് സൊസൈറ്റി. അതെ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ പഴയ കാലഘട്ടത്തിലേക്ക് മാറുവാൻ സാധിക്കുമോ സാർ? സാധിക്കും. കുറേ ആളുകൾ ഇങ്ങനെ അടുത്ത തലമുറയ്ക്ക് സേവനങ്ങൾ ചെയ്തും കാണിച്ച് അതിൻ്റെ അനുഭവങ്ങൾ അവരും ഉണ്ടാവുകയാണെങ്കിൽ അവരും അതിലോട്ട് മാറും. അതിൽ യാതൊരു മാറ്റവും ഇല്ല. എൻ്റെ കുടുംബത്തിന് അതിനൊരു ഉദാഹരണമാണ്. എൻ്റെ മകനാന്നേലും മകളാന്നേലും ഭാര്യയാന്നേലും ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അവര് 100% എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. ഞാനിപ്പോൾ 1000 രൂപ ഉണ്ടാക്കിയാലേ അതിൻ്റെ 500 രൂപ ഞാൻ മറ്റുള്ള നല്ല കാര്യത്തിന് ചെലവാക്കുകയാണെങ്കിൽ അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ വീട്ടിൽ സമാധാനം ഉണ്ടാവത്തില്ല. അപ്പോൾ അവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. സാറിന്റെ കുടുംബത്തെ കുറിച്ച്? എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ കഴിഞ്ഞത് എയർഫോഴ്സിലുള്ളപ്പോൾ തന്നെയാണ്. എവിടെ നിന്നായിരുന്നു സാർ വിവാഹം കഴിച്ചത്? ഞാൻ ഡൽഹിയിലുള്ളപ്പോഴാണ്. ലീല എന്നാണ് പേര്. അവരുടെ അച്ഛനും എയർഫോഴ്സിലായിരുന്നു. 2 കുട്ടികൾ, ഒരു മകനും ഒരു മകളും. മകന്റെ പേര്? മകന് വിനോദ്. സ്വന്തമായിട്ട് എഞ്ചിനീയറിംഗ് ചെയ്തിട്ട് മരാമയ്യ കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഇൻഡസ്ട്രി ഉണ്ട്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഓണറും ഡയറക്ടറുമാണ്. മാരീഡാണ്. വിവാഹം കഴിച്ചിട്ട് ഇന്ന് എറണാകുളത്തു നിന്നാണ്. മകളെ MBA കഴിഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയുടെ HR സീനിയർ മാനേജറാണ്. പേര് ശാലിനി.